ഹലോ, ഇന്നൊരു ബക്രീദ് സ്പെഷ്യൽ ചിക്കൻ മന്തി നമുക്കുണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഈ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ സെല്ല ബസ്മതി റൈസ് അഥവാ മന്തി റൈസ് എടുക്കണം. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് കുതിർത്ത് വെക്കണം. പിന്നെ 1.5 മുതൽ 2 കിലോൻ്റെ ഇടയിലുള്ള ഒരു ചിക്കനാണ് ഞാൻ എടുത്തത്. ഞാൻ 6 വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തത്. പീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണ് വേണ്ടതെന്ന് എടുക്കാം. ഒരു 10 മുതൽ 12 പീസ് വരെ ആക്കിയിട്ടും നമുക്ക് ഈ മന്തി തയ്യാറാക്കി എടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയതിന് ശേഷം നമുക്ക് ഒന്ന് വരയിട്ട് വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കണം. ഈ ചിക്കനിലേക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് ഒരു 7 മുതൽ 8 വരെ പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മാഗിയുടെ ക്യൂബ്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീര്, പിന്നെ 1 ടേബിൾ സ്പൂണ് വിനെഗർ ചേർത്ത് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂണ് അറബിക് മസാലയാണ് ഞാൻ ചേർത്തത്. അത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മസാലയാണ് ചേർത്തത്. അഥവാ നിങ്ങൾക്ക് മന്തി മസാല വീട്ടിൽ തന്നെ തയ്യാറാക്കിയണമെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു നല്ലൊരു പേസ്റ്റാക്കി എടുക്കണം. ഇത് നമ്മൾ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം. ചിക്കനിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. ഉപ്പ് ചേർക്കാൻ മറന്നുപോയിന്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അത് മാഗി ക്യൂബിൽ എന്തായാലും ഉപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് അതിന് കണക്കായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഒരു വലിയ പാത്രത്തിൽ നമ്മൾ 2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച്, ചോറിന് എന്തായാലും ഉപ്പ് കുറച്ച് വേണം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ സെല്ല ബസ്മതി റൈസ് എടുത്തത് കൊണ്ട് തന്നെ ഇത് വെന്ത് ഉടനൊന്നും പോവില്ല. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് നോക്കാം. അരിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ചോറ് ഒരു 90% വേവായിട്ടുണ്ട്. ഈ അവസ്ഥയിൽ ഇതൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് വെള്ളമൊക്കെ മൊത്തത്തിൽ ഊറ്റിക്കളഞ്ഞ് എടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കണം. ഇനി ഒരു പാനിലേക്ക് ഒരു വലിയൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം, സൺഫ്ലവർ ഓയിൽ. പിന്നെ കുറച്ച് ഏലക്ക കുറച്ച് അധികം ഇട്ട് കൊടുക്കണം. 8 മുതൽ 10 വരെ ഏലക്ക ഇട്ട് കൊടുക്കാം. ഒരു ഗ്രാമ്പു ഒരു 5-6 ഗ്രാമ്പു, ഒരു 2 കഷ്ണം കറുവാപ്പട്ട ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂണ് നിറയെ വലിയ ജീരകം, പിന്നെ 2 ഉണങ്ങിയ നാരങ്ങ, ഉണക്ക നാരങ്ങയില്ല, നമ്മൾ മന്തിയിലൊക്കെ ഉപയോഗിക്കുന്ന ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഉള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതാണ്. ക്യാപ്സിക്കം ഒക്കെ ചേർക്കുമ്പോൾ നമ്മുടെ മന്തിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ഇതിലും നമ്മളൊരു മാഗിയുടെ ഒരു ക്യൂബ് ചേർക്കുന്നുണ്ട്. ടോട്ടൽ 2 മാഗി ക്യൂബാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണ് നിറയെ ഒന്ന് പൊടിച്ച കുരുമുളക്, നന്നായിട്ടൊന്ന് അരിഞ്ഞ് പോകണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കുരുമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ 2 മീഡിയം സൈസിലുള്ള തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയുടെ റെസിപ്പിയാണിത്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. ഇനി നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അറബിക് മസാല ഇതിലും ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണ്
കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കൊന്നും നന്നായിട്ട് വാടി വരികയൊന്നും വേണ്ട. അതിന് ആവശ്യത്തിന്, ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പ്, ഈ ഉള്ളിയും ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുരട്ടി വെച്ച ചിക്കൻ നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് നിരത്തി വെച്ച് കൊടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി അടുത്ത ഒരു 5 മിനിറ്റും കൂടെ നമ്മൾ ഇതുപോലെ അടുത്ത ഭാഗവും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. 2 ഭാഗവും നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചോറ് നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് നിരപ്പാക്കി കൊടുക്കണം. ഇനി ഇതുപോലെ പച്ചമുളക് അറ്റം ഒന്ന് കീറിയിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 7 മുതൽ 8 വരെ പച്ചമുളക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കോളൊന്ന് ചൂടാക്കിയിട്ട് അത് കത്തിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ഗീ ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ റൈസിനും ചിക്കനും. അഥവാ ചാർക്കോൾ ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു ചിരട്ടയുടെ കഷ്ണം നന്നായിട്ടൊന്ന് കത്തിച്ചിട്ട് അത് ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുത്താലും മതി. എന്തെടുത്താലും കുഴപ്പമില്ല. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1/2 മണിക്കൂറാണ് നമ്മൾ ഇതുപോലെ വേവിച്ചെടുത്തത്. 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ പാത്രമൊക്കെ ഒന്ന് തുറന്ന് സാവധാനം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഈ ചിക്കൻ പീസസൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കണം. എന്നാൽ നമുക്ക് റൈസും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്. നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ഉള്ള ഒരു റൈസാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ചിക്കനൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കനൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. റൈസ് അടിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. മുകളിലായിട്ട് നമുക്ക് ചിക്കനും വെച്ച് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള
വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ മന്തി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കൂടെ ഞാൻ ടൊമാറ്റോ സൽസയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കനൊക്കെ വളരെ സോഫ്റ്റും നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. താങ്ക് യു.